പവനിലേറെ തൂക്കം വരുന്ന ഒരു മാല കളഞ്ഞു പോയിട്ട് ആ താത്താക്ക് കിട്ടി. ആ താത്ത ആ ആളുകൾ പിന്നെ ചോദിച്ച് വരാതെ തന്നെ ആളുകൾക്ക് തിരിച്ചു കൊടുത്തൊരു സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. അതെ, നിങ്ങളുടെ പേരെന്താ? റഹ്മത്ത് അല്ലേ? ആ റഹ്മത്ത് പോലെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി. നിങ്ങൾ ഇന്നലെ ഒരു സംഭവം നടന്നല്ലോ, ഒരു മാല ഇന്ന കിട്ടിയത് രാവിലെ. എന്താണ് സംഭവം? ഞാൻ രാവിലെ ഞാൻ ഇവിടെ നഴ്സറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നഴ്സറിയിൽ വന്നപ്പോൾ അവിടെ കൂടെ ഇങ്ങനെ തെരഞ്ഞു പോകുന്നുണ്ട് രണ്ടാൾക്കാർ. ഇങ്ങനെ തെരഞ്ഞു ഞാൻ ചോദിച്ചത് എന്താണെന്ന്. അപ്പോൾ കുട്ടീൻ്റെ മാല പോയിന്, ഞങ്ങൾ കടുങ്ങല്ലൂർ പോയി വരികയായിരുന്നു. അപ്പോൾ ഞാൻ ഓല് തെരഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയത്. അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ ചോദിക്കണതല്ല, ഒരു സ്വർണ്ണമാലൊക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതാരും തിരിച്ചു കൊടുക്കാം, നമുക്ക് അതിന് ആവശ്യമില്ലല്ലോ. അത് നമ്മളത് എടുത്തിട്ട് അതിലേറെ നമുക്ക് അവിടെ ചെലവായി പോകൂലേ. നമുക്കത് ഒരിക്കലും നമുക്ക് എടുക്കാൻ പാടില്ല. അത് നമുക്ക് എന്ത് കിട്ടണോ അത് നമ്മൾ തിരിച്ചു കൊടുക്കുക. അതുകൊണ്ടൊന്നും ഒരു നേട്ടമല്ലല്ലോ. അപ്പൊ അവര് എന്ത് പറഞ്ഞു? അവര് പറഞ്ഞു സന്തോഷമായി. അവര് ഒരു 5-6 പ്രാവശ്യം പഠിച്ചോനെ എന്ന് വിളിച്ചാട് നെഞ്ഞത്ത് കൈ വെച്ച് വന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾ കടുങ്ങല്ലൂരൊക്കെ തെരഞ്ഞിണ്, അവിടെ CCTV തെരഞ്ഞപ്പോൾ അവിടെ മാല കഴുത്തിലുണ്ട്. പിന്നെ അവിടെ ഒരു കാക്കുണ്ട്, ആ കാക്കനോട് പറഞ്ഞു, ആ കാക്ക നേർച്ചാക്കിയെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ കേട്ടത് ഇവര് താമസിക്കുന്ന ബൈത്തുറാമന്റെ വീട്ടിൽ അല്ലെ? അത്രയും സാധുവാണ്. പൊഞ്ഞാണ് പെരയിലെ പറഞ്ഞത് ബൈത്തുറാമ വീടാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഈ താത്ത ഇങ്ങനെ ഒരു പവന്റെ ഒരു സ്വർണ്ണമാല കിട്ടിയിട്ട് ആ ആൾക്ക് അവർ ചോദിക്കാതെ തന്നെ തിരിച്ചു കൊടുത്തു അല്ലെ? നല്ലൊരു മാതൃകാ പ്രവൃത്തിയല്ലേ കാഴ്ച? ഇതൊക്കെ നമുക്ക് എന്താ പറയാ, മറ്റുള്ളവർക്ക് ഒരു മാതൃക. നമ്മുടെ നാട്ടിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ടല്ലോ. ആ ഒരു കുടുംബം വളരെ പിന്നെ വിഷമത്തിലായിരുന്നു ഈ ഒരു മാല പോയാരെ. പക്ഷെ അവര് ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടിലൊക്കെ കഴിഞ്ഞു. അച്ഛനാണെങ്കിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമ്മയാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. പാവം കുടുംബമാണ്. അവർക്കാണ് ഈ മാല തിരിച്ചു കിട്ടിയത്. നമ്മളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു ഞാൻ ഔത്താക്കിയിട്ട് എൻ്റെ ജോലിക്ക് ചെയ്യണില്ലേ, നമുക്ക് വിശ്വസിക്കാം. നമ്മളെ പോകണം, വിശ്വസിക്കണം. നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ വിശ്വസിക്കാം. അത്രേ ഉള്ളൂ. നമ്മളെ മക്കളെ പോലെ ആണെങ്കിൽ നമ്മളെ അഞ്ചത്തിയാളെ പോലെ നമുക്കൊരു പവൻ പോയാലും എന്താ ഒരു പണത്തൂക്കം പോയാലും നമ്മൾ ഇടങ്ങാറ് എന്താണ് നമുക്ക് കിട്ടണ വരെ മനസ്സിക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ. 100 രൂപ പോയാലും പോയാലും കിട്ടണല്ലോ. അങ്ങനെയല്ല നമുക്ക് രാത്രി ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, അമ്മക്ക് സുഖല്ല, അച്ഛന് സുഖല്ല. അപ്പോൾ ആ ഒരു ഇടങ്ങാറും ഈ ഇടങ്ങാറും ഒക്കെ പാടെ ഇത് കിട്ടിയപ്പോൾ ഇനി എത്ര സന്തോഷം ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. ഇപ്പം തന്നിനി ചായ കുടിച്ചോളി പറഞ്ഞാണ്ട് ഞാൻ വാങ്ങിയില്ല. കുറേ നിർബന്ധിച്ച് അവിടെ വെച്ചൊക്കെ പോയി. ഞാൻ പിന്നെ ഓട്ടോറിക്ഷയിൽ ഇനി അത് വന്നത്, ഓട്ടോറിക്ഷയിൽ വെച്ചു കൊടുത്ത്. അതെ, നമുക്ക് അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലേ, നമ്മൾ വെറുതെ ഒന്ന് പോയി നോക്കിയതാ. ഇങ്ങനെ തരികയല്ലേ, അപ്പൊ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പോയി തെരഞ്ഞതാ.